എവരിവൺ, വെൽക്കം ടു സ്പീക്ക് നൗ. സ്പീക്ക് നൗവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലെ പോലെ തന്നെ ഈ എപ്പിസോഡിലും ഒരുപാട് സെഗ്മെൻറ്റ്സുമായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫൺ ആക്ടിവിറ്റീസും എല്ലാമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്പീക്ക് നൗ, ലെറ്റ്സ് ലേൺ ആൻഡ് അൺലേൺ ഇംഗ്ലീഷ്. സ്പീക്ക് നൗവിൻ്റെ ഫസ്റ്റ് സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. ഹൗ ടു സേ എന്ന സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൊളോക്കേഷൻസ് ആണ്. എന്താണ് ഈ കൊളോക്കേഷൻസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൊളോക്കേഷൻസ്? അതായത് ചില വാക്കുകളെല്ലാം ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് അതിനർത്ഥം വരുന്നത്. അങ്ങനെ ചില വാക്കുകൾ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ കൊളോക്കേഷൻസിൽ ഡു വെച്ചിട്ട് ഉള്ള കൊളോക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡു എന്നുള്ള വേർബിന്റെ കൂടെ മറ്റു പല വാക്കുകളും ചേർക്കുമ്പോൾ അതിന് കിട്ടുന്ന മീനിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വാക്കാണ് ഡു എ കോഴ്സ്. ഡു എ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്യുക എന്നാണ്, അല്ലേ? അതെങ്ങനെയാണ് നമ്മളൊരു സെന്റൻസിൽ ഉപയോഗിക്കുന്നത്? ഐ വോണ്ട് ടു ഡു എ കോഴ്സ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ ഒപ്പം ഇംഗ്ലീഷ് എന്നല്ല, അവിടെ ഏത് കോഴ്സ് ചെയ്യാനും നമുക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെ ഈ ഡു എ കോഴ്സ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനോട് ചേർത്ത് പറയാവുന്നതാണ്. ഇനി മറ്റൊരു പ്രയോഗമാണ് ഡു വെൽ. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേരൻസ് വാണ്ട് ദ ചിൽഡ്രൻ ടു ഡു വെൽ ഇൻ ദർ ലൈഫ്, അല്ലേ? കുട്ടികൾ അവരുടെ ജീവിതത്തിൽ നന്നായി കാണണമെന്ന് തന്നെയാണ് എല്ലാ പേരൻസിൻ്റെയും ആഗ്രഹം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഡു വെൽ എന്നാണ്. നമ്മൾ പലപ്പോഴും ഈ ഡു വെൽ എന്നുള്ളത് നമ്മൾ പലരെയും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകും, ഒരു കോമ്പറ്റീഷന് പോവുകയാണെന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഡു വെൽ എന്ന് പറയാറുണ്ട്, അല്ലേ? ഇനി മറ്റൊന്ന് ഡു ദ ഡിഷസ്. ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാത്രങ്ങൾ കഴുകുക എന്നാണ്, അല്ലേ? പാത്രം കഴുകുന്നതിന് പറയുന്നതാണ് ഡു ദ ഡിഷസ് എന്ന്. അപ്പോൾ അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ദ കിഡ്സ് ഓഫർ ടു ഡു ദ ഡിഷസ് ടുഡേ. ദ കിഡ്സ് ഓഫർ ടു ഡു ദ ഡിഷസ് ടുഡേ. കുട്ടികൾ പാത്രം കഴുകി തരാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി മറ്റൊന്ന് ഡു എ ഫേവർ. ഡു എ ഫേവർ, അല്ലേ? ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുക. ഡു സമ്മൺ എ ഫേവർ അല്ലെങ്കിൽ ഡു എ ഫേവർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അതെങ്ങനെ ചോദിക്കാം? കുഡ് യു ഡു മീ എ ഫേവർ? കുഡ് യു ഡു മീ എ ഫേവർ? അതൊരു ചോദ്യം കൂടെ ആക്കിയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. കുഡ് യു ഡു മീ എ ഫേവർ? എനിക്കൊരു ഉപകാരം ചെയ്യോ എന്ന് നമുക്ക് ചോദിക്കാം. മറ്റൊന്ന് ഡു ദ റൈറ്റ് തിങ്. ഡു ദ റൈറ്റ് തിങ്, ശരിയായ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം ഐ ഹാഡ് ടു ഡു ദ റൈറ്റ് തിങ്. ഐ ഹാഡ് ടു ഡു ദ റൈറ്റ് തിങ് എന്ന് നമുക്ക് പറയാം. ഇനി മറ്റൊരു പ്രയോഗമാണ് ഡു യുവർ ബെസ്റ്റ്. ഇതും പലപ്പോഴും നമ്മൾ ആളുകളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൊളോക്കേഷനാണ്. അത് ഒരു സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. I sincerely trust that you will do your best now to make up for the lost time. അല്ലേ? നിനക്ക് നഷ്ടപ്പെട്ട സമയം നീ മേക്കപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രയോഗമാണ് ഡു ചോഴ്സ്. ചോഴ്സ്, CHORES. ഇത് പലപ്പോഴും ആൾക്കാർ ചോറ് എന്നൊക്കെ പറയാറുണ്ട്, സംസാരിക്കുമ്പം പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചോറ് എന്നല്ല, ചോഴ്സ് എന്നാണ്. അപ്പം ഡു ചോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The children have to do their chores before they go out to play. കുട്ടികൾ കളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അവരവരുടെ ജോലികൾ തീർത്തിട്ട് പോകണം, അല്ലേ? ചോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈനംദിന ജോലികൾ, വീട്ടുജോലികൾ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ? ചോഴ്സ്. ഡു ചോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലികൾ ചെയ്യുക എന്നാണ്. The children have to do their chores before they go out to play. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഡു ചേർത്തിട്ടുള്ള പല കൊളോക്കേഷൻസും ആണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സ് പറയുമായിരുന്നു, നമ്മളോട് ഓരോ വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അണ്ടർലൈൻ ചെയ്ത് അത് മീനിങ് കണ്ടുപിടിച്ച് പഠിക്കാനൊക്കെ പറയുമായിരുന്നു. പക്ഷേ അതൊരു ഓൾഡ് സ്കൂൾ മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പകരം ഈ കൊളോക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഈ പലപ്പോഴും നമ്മളൊരു വാക്ക് പഠിക്കും, പഴയ രീതിയിൽ പറയുമ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്കിൽ കാണുന്ന പുതിയ വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അത് പഠിക്കുമ്പോൾ നമ്മൾ വാക്ക് പഠിക്കും. പക്ഷെ പലപ്പോഴും ഈ പഠിച്ച വാക്കിനെ എങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. അത്തരത്തിലുള്ള പല മിസ്റ്റേക്സ്. അതുകൊണ്ട് എല്ലാ വാക്കുകളും എല്ലാ സ്ഥലത്തും ഫിറ്റ് ആവുകയില്ല. അതിന് മുൻപേയും പിൻപേയും ഒക്കെ ഉപയോഗിക്കേണ്ട പല വാക്കുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിച്ച വാക്ക് എവിടെ ഉപയോഗിക്കണമെന്നറിയാതെ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാറുമുണ്ട്. അപ്പം നമുക്ക് അതിനുള്ളൊരു പരിഹാരമാണ് ഈ കൊളോക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാര്യങ്ങൾ ഒരു സെൻറ്റൻസ് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹാഫ് എ സെൻറ്റൻസ് തന്നെയാണ്. വളരെ ചെറിയ അഡീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റൻസ് ആയിട്ട് ഇതിനെ മാറ്റാം. അപ്പം ഈ കൊളോക്കേഷൻസ് യൂസ് ചെയ്തിട്ട്
വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി മെത്തേഡ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും എളുപ്പം എന്നുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. ഹൗ ടു സേ എന്ന സെഗ്മെന്റ് ആണിത്. ഇവിടെ നമ്മൾ കുറച്ച് ഫ്രേസസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്രേസസ് എന്ന് പറഞ്ഞാൽ അറിയാം, കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഒരാളോട് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമ്മൾ എപ്പോഴും പലരും പറയുന്ന കേൾക്കാറുള്ളതാണ്, അയ്യോ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങ് എസ് എന്ന് സമ്മതിക്കും, എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അത് പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതവരെ ഒഫൻഡ് ചെയ്യുമോ, അവരെ വിഷമിപ്പിക്കുകയോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കഷ്ടപ്പാടാണെങ്കിലും എല്ലാം കൂടി എടുത്ത് തലയിലൊക്കെ വെക്കുന്ന സ്വഭാവമാണ് നമുക്ക് പലർക്കും ഉള്ളത്. പക്ഷേ അത് വലിയ നല്ല ഒരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം അല്ലേ? അപ്പോൾ അത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആളെ ഒഫൻഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ നോ പറയാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് വളരെ കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്രേസ് എന്താണെന്ന് നോക്കാം. ഒരാൾ നിങ്ങളോട് ഒരു ആവശ്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് നോ പറയണം. അത് എങ്ങനെ പറയും? ഐ എം അഫ്രെയ്ഡ് ഐ ക്യാൻറ്റ്. ഐ എം അഫ്രെയ്ഡ് ഐ ക്യാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, നോ എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ നമ്മുടെ അവിടെ നോ പറഞ്ഞിട്ടില്ല. ഈ നോ എന്ന് പറയുമ്പം ഭയങ്കര റൂഡായിട്ടോ ഒക്കെ ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷേ അത് കുറച്ചും കൂടെ മയപ്പെടുത്തി കുറച്ചൊരു സോപ്പൊക്കെ പതപ്പിച്ചിട്ട് പറയുന്ന പോലെ ഉള്ളൊരു ടേമാണ്, ഫ്രേസാണിത്. ഐ എം അഫ്രെയ്ഡ് ഐ ക്യാൻറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നോ താങ്ക്സ്, ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. നിങ്ങളെ ആരെങ്കിലും ഒരു പരിപാടിക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഒരു ഫംഗ്ഷന്, ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഇവൻറ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ താങ്ക്സ്, ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും, എനിക്കത് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. നോ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ നമ്മൾ താങ്ക്സും പറഞ്ഞു, എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി മറ്റൊന്നാണ് സൗണ്ട്സ് ഫൺ ബട്ട് ഐ എം നോട്ട് അവൈലബിൾ. ഇത് ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങളെ കുറച്ച് പേര് ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്, ഒരു പാർട്ടിക്ക് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിനെ ക്ഷണിക്കുകയാണ്, ട്രിപ്പിനൊക്കെ ക്ഷണിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പറ്റില്ല, പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇറ്റ് സൗണ്ട്സ് ഫൺ ബട്ട് ഐ എം നോട്ട് അവൈലബിൾ. എനിക്ക് പറ്റും തോന്നുന്നില്ല, പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷേ എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, ഞാൻ ആ ദിവസങ്ങളിൽ ഉണ്ടാവില്ല, ഞാൻ തിരക്കായിരിക്കുമെന്ന് പറയാം. ഇനി മറ്റൊരു ഫ്രേസാണ് മേ ബി അനദർ ടൈം. മേ ബി അനദർ ടൈം എന്ന് പറയുമ്പോൾ മറ്റൊരു അവസരത്തിലാവാം, സോറി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെയാണ് മേ ബി അനദർ ടൈം. മറ്റൊന്ന്, ഐ എം നോട്ട് ഏബിൾ ടു കമ്മിറ്റ് ടു ദാറ്റ് റൈറ്റ് നൗ. ഐ എം നോട്ട് ഏബിൾ ടു കമ്മിറ്റ് ടു ദാറ്റ് റൈറ്റ് നൗ. എന്നെ കൊണ്ട് ഇപ്പോൾ അത് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സോറി അല്ലേ? നോ എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടൈം. അത് നിർഭാഗ്യവശാൽ നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിന് പറ്റിയൊരു സമയമല്ല ഇത് എന്ന് പറയാം അല്ലേ? മറ്റൊന്ന്, അപ്പോളജീസ് ബട്ട് ഐ കാൻറ്റ് മേക്ക് ഇറ്റ്. ഡയറക്റ്റായിട്ട് ക്ഷമിക്കണം, എനിക്കതിന് സാധിക്കില്ല. ഇനി മറ്റൊന്ന്, ഐ കാൻറ്റ് ടേക്ക് ഓൺ എനി മോർ റെസ്പോൺസിബിലിറ്റീസ്. ഐ കാൻറ്റ് ടേക്ക് ഓൺ എനി മോർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം എനിക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്നെ കൊണ്ട് ഇനി സാധിക്കത്തില്ല, നോ എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. മറ്റൊന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് പറയാം, നോ, നോ എന്ന് പറയാം. മറ്റൊന്ന്, മേ ബി അനദർ ടൈം. മേ ബി അനദർ ടൈം എന്ന് പറഞ്ഞാൽ മറ്റൊരു അവസരത്തിലാവാം എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആൾക്കാരെ വിഷമിപ്പിക്കാതെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നോ പറയാൻ പറ്റുന്നത്. അവർക്ക് കേൾക്കുന്നവർക്ക് റൂഡായിട്ട് തോന്നുകയില്ല, എന്നാൽ നമുക്ക് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇത് അടുത്ത തവണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. ഇതൊരു അൺലേണിംഗ് സെഗ്മെന്റ് ആണ്. അൺലേണിംഗ് സെഗ്മെന്റിൽ നമ്മൾ കുറച്ച് പ്രൊനൗൺസിയേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാറുകളൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മൾ ഒരുപാട് കാറുകൾ, പ്രത്യേകിച്ച് ഇവിടെ UAE ഒത്തിരി കാറുകൾ നമ്മൾ കാണാറുണ്ട്, വെറൈറ്റി കാറുകൾ, നാട്ടിലൊന്നും കാണാത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറുകൾ നമ്മളിവിടെ കാണാറുണ്ട്. അപ്പോൾ പക്ഷേ ഈ കാറുകൾ കാണുന്ന പല കാറുകളുടെയും പ്രൊനൗൺസിയേഷൻ, പേരുകൾ നമ്മൾ തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത ചില കാറുകളുടെ പേരുകളും അതെങ്ങനെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഒരു ലക്ഷറി കാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറാണ് കേട്ടോ. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കും. ഓഡി എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അല്ലേ? അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുള്ളത്. ഇത് ഓഡി അല്ല, ഇറ്റ്സ് ഔഡി. ഔഡി എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓ അല്ല, ഔഡി ആണ്. ഇനി മറ്റൊരു കാറാണ് ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഷെവർലെറ്റ് എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ?
എന്നാൽ അത് ഷെവർലെറ്റ് അല്ല. ആ ET ആ സൗണ്ട് നമ്മൾ സൈലന്റ് ആണ് അവിടെ. പകരം ഷെവർലെ എന്നാണ് പറയാം. ഷെവർലെ, T അവിടെ സൈലന്റ് ആണ്. ഷെവർലെ എന്ന് പറയാം. ഇനി മറ്റൊരു കാറാണ് ഇത്. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കൂ. ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ ഇതെങ്ങനെയാണെന്ന്. ഹുണ്ടായി എന്നാണ് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ഹുണ്ടായി അല്ല, ഹയുണ്ടായി. ഹയുണ്ടായി എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഹയുണ്ടായി. മറ്റൊരു കാറ് ഇതാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ എങ്ങനെയാണ് പറയാന്ന്. ഇതൊരു ജർമ്മൻ കാറാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. വോക്സ് വാഗൻ എന്നാണ് പലപ്പോഴും നമ്മളിതിനെ പറയാറുള്ളത് അല്ലേ, വി. പക്ഷെ അത് വി, ഇത് ജർമ്മൻ ആയതുകൊണ്ട് തന്നെ ഇത് വി അല്ല, അവിടെ എഫ് ആണ് വരുന്നത്. ഫോക്സ് വാഗൻ എന്നാണ് പറയുക. ഫോക്സ് വാഗൻ ആണ് ഈ കാറിൻ്റെ പേര്. ഇനി മറ്റൊന്ന് ഇതാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ ഇത് പറയാന്ന്. റെനോൾട്ട് അല്ലേ, റോഡിൽ വളരെ പോപ്പുലർ ആയിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാറാണ്. റെനോൾട്ട് എന്നാണ് പറയുന്നത് അല്ലേ, പലപ്പോഴും നമ്മളെല്ലാവരും കേൾക്കുന്നത്. പക്ഷെ റെനോൾട്ട് അല്ല, റെനോ എന്ന് പറഞ്ഞാൽ മതി. ആ എല്ലും തീയും ഒന്നുമില്ല അവിടെ, അതൊക്കെ സൈലന്റ് ആണ്. റെനോ എന്ന് പറഞ്ഞാൽ മതി, റെനോ. ഇനി മറ്റൊരു കാറ്, അടിപൊളി കാറാണ്, ഭയങ്കര ലക്ഷറി കാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറാണ്, എൻ്റെ ഒരു ഡ്രീം കാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണത്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറയൂ. പോർഷ. പക്ഷെ നമ്മൾ പറയുന്നത് പലപ്പോഴും പോർഷെ എന്നാണ്. പോർഷെ അല്ലേ, അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അത് പോർഷെ അല്ല, പോർഷ ആണ്. പോർഷ. മറ്റൊന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാറാണ് അല്ലേ. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? സ്കോഡ. സ്കോഡ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് സ്കോഡ അല്ല, ഷ്കോഡയാണ്. ഷ് സൗണ്ടാണ്, എസ് സൗണ്ട് അല്ല, ഷ് സൗണ്ടാണ് ആദ്യം വരേണ്ടത്. സ്കോഡയാണത്. സ്കോഡയല്ല, ഷ്കോഡ. ഓക്കെ. സോ ഇനി അടുത്ത തവണ കാറുകൾ കാണുമ്പോൾ ഇങ്ങനെ തെറ്റായിട്ടൊന്നും പ്രൊനൗൺസ് ചെയ്യേണ്ട. ആരെങ്കിലും തെറ്റിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഫ്രണ്ട്സോ ഒക്കെ പറയുകയാണെങ്കിൽ ഒന്ന് തിരുത്തി കൊടുത്തേക്കുക. അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ തിരുത്തേണ്ടത് നിങ്ങളുടെ ജോലി. അവർ നേരെ ചൊവ്വേ പറഞ്ഞാൽ അവർക്ക് കൊള്ളാം അല്ലേ. അപ്പം ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ നാലാമത്തെ സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സെഗ്മെന്റ് വേർഡ് ഹണ്ട് ആണ്. വേർഡ് ഹണ്ട് പൊതുവെ വൊക്കാബുലറി ആണ്. ഇവിടെ വൊക്കാബുലറി തന്നെയാണെങ്കിൽ കൂടെ ഇവിടെ അബ്രിവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ചിലതൊക്കെ വളരെ ഷോർട്ട് ആക്കിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്, മുഴുവൻ പേര് പറയുന്നുണ്ടാവില്ല. പലപ്പോഴും ഇതിൻ്റെ ഫുൾ നെയിം എന്താണ്, ഇതിൻ്റെ ഫുൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫുൾ ഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് എന്താണെന്ന് നോക്കല്ലേ, മെമ്മോ. മെമ്മോൻ്റെ ഫുൾ ഫോം എന്താണ്? മെമ്മോ ഒരു ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ് അറിയോ? മെമ്മൊറാൻഡം. മെമ്മൊറാൻഡമാണ് മെമ്മോൻ്റെ ഫുൾ ഫോം. മെമ്മോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും അല്ലോ. വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു മെമ്മോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാവും. അപ്പം മെമ്മോ ഇസ് മെമ്മൊറാൻഡം. നെക്സ്റ്റ്, മാത്ത്. മാത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മാത്തിൻ്റെ ഫുൾ ഫോമാണ് മാത്തമാറ്റിക്സ് അല്ലേ. മറ്റൊന്നാണ് സെൽഫോൺ. സെൽഫോൺ. ഈ സെൽ എന്നുള്ളത് വളരെ ചുരുക്കിയിട്ടുള്ള അബ്രിവേഷൻ ആണ്. അതിന് നമ്മൾ സെല്ലുലാർ ഫോൺ എന്നാണ് പറയുക. സെല്ലുലാർ ഫോണാണ് സെൽഫോണായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് പി. നമ്മൾ സ്കൂളിലൊക്കെ എപ്പോഴും പറയണം പി പീരീഡ് ആണ് അല്ലേ. എന്താണ് ഈ പി പീരീഡ്? പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല. പി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ പോകാമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫുൾ ഫോം പലപ്പോഴും കുട്ടികൾക്ക് അറിയാറില്ല. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. മറ്റൊന്നാണ് ഇമെയിൽ. എന്താണ് ഇമെയിലിൻ്റെ ഫുൾ ഫോം? ആലോചിച്ചിട്ടുണ്ടോ? ഇമെയിൽ ഇലക്ട്രോണിക് മെയിലാണ്. ഇലക്ട്രോണിക് മെയിലാണ് ഇമെയിൽ. ഇനി മറ്റൊരു വാക്കാണ്, നമ്മളുടെ ഒരു സിനിമ ഇറങ്ങിയതോടുകൂടി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്കാണിത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടത് ഓർമ്മയുണ്ടാവും അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഉള്ളിൽ ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ് സൈക്കോ അല്ല. അവനൊരു സൈക്കോ ആണ്, അവളൊരു സൈക്കോ ആണെന്ന്. അതിനുശേഷമാണ് ആൾക്കാർ അത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. സൈക്കോൻ്റെ ഫുൾ ഫോം എന്താണ്? സൈക്കോപാത്ത്. സൈക്കോപാത്ത് എന്നാണ് പറയുക. സോ സൈക്കോപാത്ത് ആണ്. സൈക്കോപാത്ത്. അപ്പോൾ ഇനി 2 ഫ്രേസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഒരു റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്ന 2 ഫ്രേസസ് ആണ്. ഇത് ലാറ്റിൻ എന്ന് വന്ന ഫ്രേസസ് ആണ്. അപ്പം ഒന്ന് AM ആൻഡ് മറ്റൊന്ന് PM. അതിൻ്റെ ഷോർട്ട് ഫോംസ് ആണ്, എബ്രിവിയേഷൻസ് ആണത്. അതിൻ്റെ ഫുൾ ഫോംസ് എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, നമ്മൾ പറയാറുണ്ട്. പക്ഷേ
നമ്മൾ അതിൻ്റെ ഫുൾ ഫോംസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താണത്? ആൻറ്റി മെറീഡിയം. ആൻറ്റി മെറീഡിയം എന്ന് വെച്ചാൽ ബിഫോർ നൂൺ എന്നാണ്. ബിഫോർ നൂൺ. PM എന്ന് പറയുമ്പോൾ പോസ്റ്റ് നൂൺ എന്നാണ്. പോസ്റ്റ് നൂൺ. അപ്പം പോസ്റ്റ് മെറീഡിയം ആണ്. ആൻറ്റി മെറീഡിയം, പോസ്റ്റ് മെറീഡിയമാണ്. ലാറ്റിൻ വേർഡ്സ്, ലാറ്റിൻ ഫ്രേസസ് ആണ്. മറന്നുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും ഇത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, ആക്ടിവിറ്റി സെഗ്മെന്റ്. കഴിഞ്ഞ ദിവസം ചോദ്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ചോദ്യം ഇതായിരുന്നു: പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്നവരെ, സിനിമ ചുമ്മാ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ല, വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ കാണാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കാണുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു പേരെന്താണ് എന്നായിരുന്നു ചോദ്യം. ഓർമ്മയുണ്ടോ? കണ്ടുപിടിച്ചോ? ഉത്തരം കിട്ടിയോ? എന്താണ് പറയുന്നത്? രണ്ട് രീതിയിൽ നമുക്ക് പറയാം. വളരെ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് പറയാം, ഇൻഫോർമലി പറയുകയാണെങ്കിൽ ഫിലിം ബഫ് അല്ലെങ്കിൽ മൂവി ബഫ് എന്നൊക്കെ പറയാം, പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്നതിന്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഫൈൽ, ഫിൽമോ ഫൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്നവർക്ക് പറയുന്ന പേരാണ്. ഓർത്ത് വെച്ചോട്ടോ. അടുത്ത തവണ ഭയങ്കരമായിട്ട് മൂവി കാണാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരെ നമുക്കിങ്ങനെ ഈ പേര് പറഞ്ഞ് വിളിക്കാം. അയ്യോ മൂവി ബഫ് എന്നൊക്കെ ചോദിക്കാം, നമുക്ക് സ്റ്റൈലാക്കാം. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ദിവസത്തെ ഈ എപ്പിസോഡിലെ ആക്ടിവിറ്റി സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യം ഇതാണ്: സീ, ലുക്ക്, വാച്ച്, ഈ 3 വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? ഞാൻ ഒന്നുകൂടെ പറയാം. സീ, ലുക്ക്, വാച്ച്. ഇത് 3ഉം ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ്. 3നും 3 അർത്ഥങ്ങളാണ്. അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. അങ്ങനെ സ്പീക്ക് നൗവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരും. കാത്തിരിക്കുക.